ഷാഹിദ ഷാജീനെ കുറിച്ചിട്ട് പ്രതികാരം ചെയ്യുന്ന രീതിയിൽ അസിനാനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു കേസേ. അതായത് ഷാഹിദ ഷാജി തെറിവിളി സംഭവങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് കാര്യമായി ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് തെറി വിളിപ്പിച്ചിട്ടുണ്ട്. സിനാൻ കഞ്ചാവാണ്, കള്ളുകൂടിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷാഹിദ ഷാജിയുടെ ഉമ്മ ജെട്ടി ഡാൻസ്, ജെട്ടി ഡാൻസ് പുറത്ത് വിട്ടിട്ടുണ്ട് ഷാഹിദ ഷാജി. ഇങ്ങനെ കുറേ തോന്നിയാസങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഷാജിദ അല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ കേസ്, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേഴ്സണലി അവരോട് ഒരു കാര്യത്തിൽ നല്ല മതിപ്പുണ്ട്. അവർ ആ കുട്ടികളെ 5 കൊച്ചുങ്ങളെ നോക്കുന്നുണ്ട്. ഒരുത്തൻ +1, ഒരുത്തൻ എന്താ 8 10, വേറെ ഒരുത്തൻ 8 7 അങ്ങനെ 4 3 അങ്ങനെ എന്തൊക്കെയാണ് 5 പിള്ളേരെ കാര്യം നോക്കുന്നുണ്ട്. വേറെയുള്ളൊരു ഇപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ വാർത്തകൾ കേൾക്കുന്നതാണ്. പലരും സ്വന്തം കുട്ടികളെ ഒഴിവാക്കിയിട്ട് കാമുകൻ്റെ കൂടെ പോകണതും അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ കുട്ടികളെ ഒഴിവാക്കുന്നത്, കുട്ടികളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയൊക്കെ, കുട്ടികളെ തള്ളി പറയണതൊക്കെ ഇവരൊരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കുട്ടികളെ ചേർത്ത് നിർത്തുന്നുണ്ട്. വാടക വീട്ടിലാണ് താമസം, സ്വന്തമായിട്ട് വീട് വെക്കണമെന്നുണ്ട്. അവർക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിൽ അവർ ഈ സാധനത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. അതൊരു വലിയ കാര്യമില്ല കേസ്. അപ്പോൾ അവരുടെ ഉള്ളിൽ നന്മയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും പിന്നെ അവർ ഇങ്ങനെയുള്ളൊരു സംഗതി കാണിക്കുന്നത്. അത് അവർക്ക് വേണ്ട രീതിയിൽ കൗൺസിലിംഗ് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ, വേണ്ടത്ര ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥയിലും, ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഒറ്റപ്പെടലും, അതേപോലെ കാശില്ലാത്ത അവസ്ഥ, ചെറിയ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള അവസ്ഥ, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോഴുള്ള ഒരവസ്ഥ ഒക്കെ ഇല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ പുറത്തുനിന്ന് അവരിങ്ങനെ വിമർശിക്കുമ്പോഴേ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളാണ് അവരുടെ സ്ഥാനത്തേക്ക് എന്താ ചെയ്യും? 5 കുട്ടികൾ വെച്ച് എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഒരു പറയാനുള്ള കാര്യം, അവർ സപ്പോർട്ട് ചെയ്യുക, അവർ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഒരു വീഡിയോ ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ എമൗണ്ട് നമ്മളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ അയച്ചു കൊടുക്കുക. അതേപോലെ അവർ എന്തിനാ ഈ തെറി വിളിച്ച് ഇങ്ങനെ വെറുപ്പിക്കണത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കുട്ടികളെ പറ്റുകയാണെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അവർക്ക് പുസ്തകങ്ങൾ വാങ്ങി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ ആ കുട്ടികളെ ഒരു വർഷത്തെ അവരുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഒരാൾക്ക് വേണമെങ്കിൽ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അവർ പറ്റുകയാണെങ്കിൽ നേരിട്ട് കാണാൻ പറ്റണമെങ്കിൽ നേരിട്ട് പോയി കാണും. എന്നാൽ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ ആയിരിക്കും. ഈ ലോകത്ത് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു സ്ത്രീ 5 കുട്ടികളായിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ടല്ലേ. അതിൻ്റെ ഇടയിൽ ഈ ആളുകൾ പ്രതികാര നടപടി പോലെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇവർക്ക് ഇത്ര ബോധമില്ലേ. അതെന്താ സോഷ്യൽ മീഡിയയിൽ ഷാഹിദ ഷാജിക്ക് വലിയ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ഹേറ്റ്രഡ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഷാഹിദ ഷാജീനെ എന്തും പറയുക എന്നുള്ള ഒരു ലെവലിലാണ്. പിന്നെ എന്തും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കണം. എന്തായാലും ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഈ സിനാൻ അടക്കമുള്ള, ഷെരീഫ് അടക്കമുള്ള ആളുകളുടെ കുറേ വർത്തമാനം കേൾക്കുമ്പോൾ ഈ നാറുകൾക്ക് നിർത്തിപ്പോയിക്കൂടെ എന്നൊക്കെ തോന്നുന്നുണ്ട് കേസ്. എന്തായാലും മനുഷ്യരുടെ ഒരവസ്ഥ. എന്തായാലും കുട്ടികളെ നോക്കുന്നതിൽ ഷാഹിദ ഷാജിക്ക്